കുവൈറ്റിൽ തൊഴിൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയ നഴ്സുമാർക്ക് എംബസി അധികൃതരുടെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് പരാതി. നഴ്സുമാരെ ദുരിതത്തിലാക്കിയ സ്ഥാപനത്തിന് അനുകൂലമായ നിലപാടാണ് എംബസി അധികൃതർ സ്വീകരിക്കുന്നതെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആരോപണമുയരുന്നുണ്ട്. തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ചില സ്ഥാപനങ്ങളുമായി എംബസിയിലെ ചില ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നുവെന്ന് നേരത്തെയും ആരോപണമുയർന്നിരുന്നു. എംബസിയെ സമീപിച്ചാൽ ഞങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിന്മേലാണ് ഞങ്ങൾ എംബസിയെ സമീപിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് നീതിപരമായ യാതൊരു ഓപ്ഷൻസും എംബസിയിൽ നിന്നും കിട്ടിയില്ല. കമ്പനി ഉടമസ്ഥൻ എന്തൊക്കെയാണോ പുള്ളിയുടെ ഓപ്ഷൻസ് വെച്ചത് അത് മാത്രമാണ് എംബസി ഞങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്ക് അനുകൂലമായി യാതൊരുവിധ കാര്യങ്ങളും എംബസിയിൽ നിന്നും ഉണ്ടായില്ല. കുവൈറ്റിലെ അലീസ കമ്പനിയിലെ ജോലി നഷ്ടമായതിനെ തുടർന്ന് ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകാനെത്തിയ നഴ്സുമാരുടെ പ്രതികരണമാണിത്. കഴിഞ്ഞ ഒരു മാസമായി ജോലി നഷ്ടപ്പെട്ട് റൂമിൽ കഴിയുന്ന 440 നഴ്സുമാരെ കമ്പനിയുടെ താമസ സ്ഥലത്തു നിന്നും ഒഴിപ്പിക്കാനുള്ള നീക്കത്തെ തുടർന്നാണ് ഇവർ പരാതിയുമായി എംബസിയിലെത്തിയത്. ഇവരുടെ തൊഴിൽപരമായ ആനുകൂല്യങ്ങൾ നൽകാൻ കമ്പനി അധികൃതർ വിസമ്മതിക്കുന്നതായും പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ സ്ഥാനപതിയുടെ സാന്നിധ്യത്തിൽ മലയാളിയായ കമ്പനി ഉടമയുമായി നടത്തിയ ചർച്ചയിൽ എംബസി അധികൃതർ സ്ഥാപനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർമാരായ വർഗീസ് പുതുക്കുളങ്ങര, ഷർഫുദ്ദീൻ കണ്ണത്ത് എന്നിവരും ജീവനക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ തൊഴിലാളികളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് എംബസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് ഇരുവരും സമ്മതിക്കുന്നു. അവരുടെ കോൺട്രാക്ട് എന്തോ പിശകുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഈ വന്ന 440 നേഴ്സുമാരുടെ ജോലി നിഷേധിക്കപ്പെടുകയും ആ വിവരം ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട അംബാസഡർ അടക്കമുള്ള അധികൃതരെ അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ എംബസിയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഒരു സഹായം ഈ വിഷയത്തിൽ ഉണ്ടായില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ചില സ്ഥാപനങ്ങളുമായി ചേർന്ന് എംബസിയിലെ ചില ജീവനക്കാർ ഒത്തുകളിക്കുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം തെളിയിക്കുന്നത്. ഇസ്മായിൽ ബയോളി, റിപ്പോർട്ടർ, കുവൈത്ത്.